ഇന്ന് ഞങ്ങളങ്ങനെ കരിമീനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് കരിമീൻ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടു. ഒരു കരിമീൻ 3-4 കിലോ വരെ വലിപ്പമുള്ള കരിമീൻ ഉണ്ടെന്ന് കേട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഇവിടെയൊക്കെ ഭയങ്കര കാടാണ്. അപ്പോൾ ഞങ്ങൾ ഈ കാടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഞങ്ങൾ പയ്യെ പുല്ലൊക്കെ നീക്കി ഞങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ കായലിൻ്റെ നടുവിലായിട്ടാണ് നമുക്ക് കരിമീനെ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പയ്യെ വള്ളത്തിലോട്ട് കയറുകയാണ്. ഇന്നെന്തേലും കുറേ കരിമീനെ കിട്ടുവാനായി സാധ്യതയുണ്ട്. അപ്പം അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആകാശമൊക്കെ ആകപ്പാടി ഇരുണ്ട് കിടപ്പുണ്ട്. എപ്പം വേണമെങ്കിലും മഴ പെയ്യുവാൻ സാധ്യതയുണ്ട്. ഒരു കുട മാത്രമേ ഉള്ളൂ ഞങ്ങൾ എടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തവുമില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കാണാൻ എന്തേലും നല്ല ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ കുറച്ചു നേരം ഞാനിങ്ങനെ എടുത്തു. എന്തായാലും നാളെ ചത്തുപോയാലും മറ്റുള്ളവർക്കാണെങ്കിൽ നമ്മളെ കാണുവാൻ സാധിക്കുമല്ലോ. ഭംഗിയുള്ളപ്പോഴല്ലേ നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തു പോന്നു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൂട്ടുകാരൻ ഏതോ ഒരു മൂലയ്ക്ക് 2 തേങ്ങ കിടക്കുന്നത് അവൻ കണ്ടു. പയ്യെ ഞങ്ങളുടെ വള്ളം ബാക്കിലേക്ക് അടുപ്പിച്ച് നമ്മുടെ കൂട്ടുകാരൻ തേങ്ങ എടുക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഇവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കായലിൻ്റെ നടുവിലൊക്കെ ഇതേപോലെ ഓരോ കെട്ടുകൾ കാണും. അവിടെ തെങ്ങ് കാണും. അപ്പം അതിൽ നിന്നും വീഴുന്ന തേങ്ങ ആർക്ക് വേണമെങ്കിലും എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആരും ഓടിച്ചിട്ട് അടിക്കാൻ അവിടെ ആരും ഉണ്ടാവുകയില്ല. അങ്ങനെ ഞങ്ങൾ വള്ളം തുഴഞ്ഞ് നേരെ മുന്നോട്ട് പോവുകയാണ്. കുറച്ചു നേരം ഞാനും തുഴഞ്ഞു കേട്ടോ. അത്ര നല്ല സുഖമുള്ള പണിയല്ല വള്ളം തുഴയൽ. തുഴഞ്ഞ് വീട്ടിൽ വന്ന് 2 ദിവസം ഞാൻ കൈയൊന്നും അനക്കാൻ പറ്റാതെ കിടക്കുമായിരുന്നു. ഇതിൽ ഞാൻ കുറച്ച് കൈയും അവനെ സഹായിക്കാൻ കൈയും കൊണ്ടും കുറച്ച് തുഴഞ്ഞു. നല്ല കണ്ണുനീര് പോലുള്ള വെള്ളം. എനിക്കൊന്ന് ഒരുപാട് വെള്ളം ഇങ്ങനെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് പച്ച കളർ, ഇത് എന്ത് പ്രതിഭാസമാണെന്ന് എനിക്ക് അറിയില്ല. കായലിൽ പച്ച നിറവും കടലിൽ നീല നിറവും. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി. ഒരുപാട് കോഴികളും പൂച്ചയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഗപ്പി വല വീശുകയാണ് കരിമീനെ പിടിക്കാൻ വേണ്ടി. 1 2 3 സ്റ്റാർ. അങ്ങനെ വല വീശി ഇങ്ങവൻ കരയ്ക്ക് കരിമീനെ വലിച്ച് കയറ്റുകയാണ്. എന്തായാലും നോക്കാം എത്ര കരിമീൻ കിട്ടിയെന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. ഈ വലയിൽ ചെള്ളയുണ്ട്. അത് ചെള്ള കുത്തിയെടുത്തതാണ് നിങ്ങളിപ്പം കണ്ടത്. മീനെ കിട്ടിയിട്ടുണ്ട്. ഞാനും പുറകെ വെച്ച് പിടിപ്പിച്ചു. തൊട്ടടുത്ത് മീന് വേണ്ടി പൂച്ചയും പട്ടിയൊക്കെ വന്നിപ്പുണ്ട്. എല്ലാത്തും നമ്മൾ ഓടിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരു പൂച്ചയുമുണ്ട്, ഒരു പട്ടിയുമുണ്ട്, കോഴി മാത്രമില്ല. എന്താണെന്ന് അറിയില്ല. ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാമെങ്കിൽ ചെയ്തു വിടുക. അങ്ങനെ ഇതെന്ത് മീനാടാ? ഫിലോപ്പി അല്ലേ?
അങ്ങനെ പിലോപ്പിനെ കിട്ടി. ഇവിടെ കരിമീൻ ഉണ്ടാവുമോ? ഇടയ്ക്ക് മാത്രം കരിമീൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്തേലും അവൻ ആദ്യമായിട്ടാണ് ഇവൻ വലയെറിഞ്ഞത്. അടുത്ത് നമ്മൾ വീണ്ടും വലയെറിയാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് എത്ര മീൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. 1 2 3 സ്റ്റാർട്ട്. ഈ തവണ അവൻ എയിം ചെയ്തത് വള്ളത്തെയാണ്. പാവം അവൻ്റെ ഭാര്യ വള്ളത്തിൻ്റെ മുകളിൽ വീണ വല മാറ്റാൻ വേണ്ടി ആ കൊച്ച് വള്ളത്തിലിറങ്ങി അതെല്ലാം മാറ്റുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും തിരിക്കുക. കാരണം എനിക്ക് വീട്ടിൽ പോകണം. 3:30 ആകുമ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അവർക്ക് പഴംപൊരി വറക്കാൻ പഴം മേടിക്കണമെന്ന് പറഞ്ഞാണ് എന്നെ വിട്ടിരിക്കുന്നത്. അപ്പം ഇനി കറക്റ്റ് സമയത്ത് ഞാൻ വീട്ടിൽ ചെന്നില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് ഞങ്ങൾ നേരെ റോഡിലോട്ട് വിടുകയാണ്. എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുകയാണ്. ഇനിയും ഞങ്ങളുടെ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഞങ്ങളുടെ ചാനലും ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, യൂട്യൂബ് സബ്സ്ക്രൈബും ചെയ്യുക. വീണ്ടും നമുക്ക് ഒരുപാട് വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് കടന്നു വരുന്നതാണ്. അപ്പം ഇത്രയും നേരം ക്ഷമയോടെ നോക്കി കണ്ടിരുന്ന ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.